ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചിയോട് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, സച്ചി നീ ഈ ഷർട്ടല്ലല്ലോ രേവതിയുടെ വീട്ടിൽ പോയപ്പോൾ ഇട്ടത്, രേവതിയുടെ അമ്മ മേടിച്ചു കൊണ്ടുവന്ന ഷർട്ടല്ലേ, ഇതെന്താ വേറെ ഷർട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ചമ്മയെ അത് ആണിയിലുടക്കി. അപ്പോഴേക്കും രേവതി അതേ സമയത്ത് തന്നെ അച്ചമ്മയെ അത് ചായ വീണു ഷർട്ടിലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, ഇതെന്താ രണ്ടുപേരും രണ്ട് കാര്യങ്ങൾ പറയുന്നത്, ശരിക്കും എന്താ സംഭവിച്ചത്, എന്തിനാ ഷർട്ട് മാറിയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ചമ്മേ ആദ്യം ചായ വീണു, അത് കഴുകാൻ വേണ്ടി പോയപ്പോൾ ആണി കുടുങ്ങി, അതാണ് ഷർട്ട് മാറ്റിയെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, പിന്നെ ഇവരുടെ വർത്താനം കേട്ടാൽ തന്നെ അറിയാം ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. ഇവന്റെ അളവിന് അവിടെ വേറെ ഷർട്ട് അവർ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അച്ചമ്മ വന്നിട്ട് ചോദിക്കും, എന്താ ചന്ദ്ര നീ എന്താ ഈ പറയുന്നത്, അല്ല അപ്പൊ തന്നെ ചന്ദ്ര ഇത്തിരി ഭയത്തോടെയൊക്കെ പറയുന്നുണ്ട്, അല്ല ഇവർ ഈ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ, എന്തോ കള്ളത്തരവും ഇല്ലേ, എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അച്ചമ്മക്ക് ദേഷ്യം വരുവേ, നിനക്ക് ഏത് കാര്യത്തിലാണ് സംശയം ഇല്ലാത്തത് ചന്ദ്രേ, ഇന്ന് ഇവരുടെ ഒരു നല്ല ദിവസമാണ്, അത് നീ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നശിപ്പിക്കല്ലേ എന്ന് പറയുവാണ് അച്ചമ്മ. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തൊക്കെ വരുവേ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ വലിയൊരു ചർച്ച എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അല്ല ഈ സച്ചി ഇട്ടുകൊണ്ടും പോയ ഷർട്ടല്ല തിരിച്ചു വന്നപ്പോൾ ഇട്ടത്, ഷർട്ട് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, അതിനെന്താ കുഴപ്പം, ഞാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ എത്ര ജോഡി ഡ്രസ്സ് മാറാറുണ്ടെന്നറിയാം, എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു എക്സ്ട്രാ കോസ്റ്റ്യൂം ഉണ്ടാവും, ഈ ഷർട്ട് മാറിയതൊക്കെയാണ് ഒരു വിഷയം, അതാണ് ഇവിടെ ഇത്ര വലിയ ചർച്ച ആയിട്ടൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും വായൊക്കെ അടയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഓർത്തു നിങ്ങൾ വൈകുന്നേരമേ വരത്തുള്ളൂ എന്ന്, നിങ്ങൾ എന്താ ഇത്ര നേരത്തെ വന്നത്, ഇനിയും പോകുമോ വീട്ടിൽ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല വൈകുന്നേരം ആകുമ്പോഴേക്കും അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയും, അപ്പം തന്നെ ചന്ദ്ര ദേഷ്യത്തിൽ ചോദിക്കും, അവരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മക്കും ദേഷ്യം വരുവേ. അച്ചമ്മ ചന്ദ്രനെ ചീത്ത പറയും, അതറിഞ്ഞിട്ട് നിനക്കെന്തിനാ ചന്ദ്രയെന്ന് പറയുവാണ് അച്ചമ്മ. എന്നിട്ട് അച്ചമ്മ അങ്ങോട്ടേക്ക് പോകുവേ. അപ്പോഴേക്കും വർഷം ശ്രീകാന്തും കൂടി പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതെങ്ങോട്ട് പോകുന്നു, അതൊരു ചെറിയ സർപ്രൈസാണ്, ഇപ്പോൾ ഡെക്കറേഷൻ്റെ ആൾക്കാരൊക്കെ വരും, ശ്രുതി ചേട്ടാ അവരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേന്ന് പറയുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാനാണ് അവർ വരുമ്പോഴേക്കും, ഓ ശ്രുതി ചേട്ടൻ ഒന്നും ചെയ്യണ്ട, ഒന്ന് നോക്കി നിന്നാൽ മതി അവർ പണിയെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ശ്രീകാന്തും കൂടി പുറത്തോട്ട് പോവാണ്. രേവതി പണിയെടുക്കാനും പോകും. അങ്ങനെ എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു പോകുമ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയും കൂടി പറയുന്നുണ്ട്, അവർ പറയുന്നത് നിനക്ക് വിശ്വാസമായോ, അതിലെന്തോ കള്ളത്തരവില്ലേ. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അവരുടെ മുഖവും അത് തന്നെയാണ് പറയുന്നത്, അവരുടെ മുഖത്തിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ട് ആൻറ്റി എന്ന് പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എന്തായിരിക്കും നടന്നത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ പണിയെടുക്കുന്ന രേവതിയുടെ അടുത്തോട്ട് ശ്രുതി വരുവാണേ. ശ്രുതി വന്നിട്ട് ചോദിക്കുവാണ്, രേവതി എന്തു പറ്റി. അപ്പോൾ രേവതി പറയും, എന്തു പറ്റാൻ, അല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒരു സന്തോഷം, അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇല്ലല്ലോ, ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താ നടന്നത് രേവതി എന്ന് പറയുമ്പോഴേക്കും ആ വീട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല പോരെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയല്ല, രേവതിയുടെ മുഖവും നല്ല ദേഷ്യം, സച്ചിയുടെ മുഖത്തും നല്ല ദേഷ്യമുണ്ട്, എന്തോ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, എന്നോട് പറ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ. നിങ്ങൾക്ക് എന്തിനാ എൻ്റെ വീട്ടിലെ കാര്യം അറിഞ്ഞിട്ട്, അതൊക്കെ എൻ്റെ വീട്ടിലെ കാര്യമാണ്, നിങ്ങൾ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ടെന്ന് രേവതി ശ്രുതിയോട് ചൂടാവുകയാണ്. അപ്പം തന്നെ ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ രേവതിക്ക് ദേഷ്യം വന്നില്ലേ, ഇത് തന്നെയാണ് എനിക്കും, അന്ന് എൻ്റെ അച്ഛൻ എങ്ങനെ പൈസ അയച്ചു എന്ന് സച്ചി ഇങ്ങനെ ചൊരന്ന് ചോദിച്ചല്ലോ, അപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ നീ എന്നോട് വന്ന് ഡയലോഗൊക്കെ അടിച്ചായിരുന്നല്ലോ, ഇപ്പം മനസ്സിലായില്ലേ, പേഴ്സണൽ വിഷയത്തിൽ ഇടപെടുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും, അതുമാത്രമല്ല നീ പോയി എൻ്റെ കാര്യം വീട്ടിൽ വരെ പറഞ്ഞ് അമ്മ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചിരിക്കുന്നു, ഇപ്പം മനസ്സിലായി. ഒരാളുടെ പേഴ്സണൽ വിഷയത്തിൽ ഇടപെട്ട ദേഷ്യം വരുന്നു. ഇവിടെ എല്ലാവരും ഒറ്റ കുടുംബമായിട്ടായിരിക്കും താമസിക്കുന്നത്, പക്ഷേ ഓരോരുത്തർക്കും ഓരോ കുടുംബമുണ്ട്, ആ കുടുംബത്തിലെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുത്. എനിക്ക് സച്ചിയുടെ ഷർട്ട് മാറ്റിയതിൽ ഒരു വിഷയവും ഇല്ല, എനിക്കത് അറിയേണ്ട കാര്യവും ഇല്ല, പിന്നെ ആൻറ്റി പറഞ്ഞു പോയി ചോദിക്കാൻ എന്താ കാര്യമെന്ന്, അതുകൊണ്ട് ഞാൻ വന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. ഇനി എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നീയും സച്ചിയും മാറ്റിവെച്ചോ, എൻ്റെ അടുത്തിന് ചോദ്യങ്ങളായിട്ട് നിങ്ങൾ വരാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതി ചൂടായിട്ട് പോകുവാണ് രേവതി. അപ്പോൾ അതൊക്കെ കേട്ട് ഒരു മറുപടിയും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ അന്താളിച്ച് നിൽക്കുവാണ് രേവതി. പിന്നെ കാണിക്കുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആൻ്റണിയാണ്. പുറത്ത് നമ്മുടെ ശരത്തും കൂട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആൻ്റണി ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി വരുവാണ്. ശരത്തിനോട് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ശരത്ത് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൂട്ടുകാരെല്ലാവരും കൂടി ആൻ്റണിക്ക് പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കുവാണ്. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഇതെന്താടാ പൂമാലയൊക്കെ, അല്ല ആൻ്റണി ചേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലേ, ഞാൻ ആദ്യമായിട്ട് ജയിലിൽ പോവുകയാണല്ലോ, ഒന്ന് പോടാന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണി തൻ്റെ ആടയാഭരണങ്ങളൊക്കെ എടുത്തിടുവാണ്. കുറേ മാലകളൊക്കെ ഉണ്ടല്ലോ കഴുത്തിൽ, അതൊക്കെ എടുത്തിട്ട്
ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട് ശരത്തിനോട്, നിനക്ക് എന്നോട് ദേഷ്യമാണോടോ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയും, ഏയ് അതൊന്നുമില്ല ആൻ്റണി ചേട്ടാ എന്ന് പറയുമ്പോൾ, എനിക്ക് നിൻ്റെ ചേട്ടനോട് സച്ചിയേട്ടനോട് ദേഷ്യമാണ്, പക്ഷേ നിൻ്റെ ചേച്ചീനോട് ദേഷ്യമില്ല. അവരുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ലടാ. സച്ചിയേട്ടനോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ആ വീഡിയോ ഇട്ടവനെ എന്ത് ചെയ്തടാ, അവൻ്റെ കൈയും കാലൊക്കെ തല്ലി ഒടിച്ചു എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, ആ അവനെയൊക്കെ ഞങ്ങളൊരു ഇതാക്കിയിട്ടുണ്ട് ആൻ്റണി ചേട്ടാ, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും നിൻ്റെ ചേച്ചിയല്ലേടാ, ആ ചേച്ചിയുടെ ജീവിതം ഞാൻ തകർക്കുമെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, എനിക്കറിയാം ആൻ്റണി ചേട്ടാ, ആ വിഷയം വീട് പറഞ്ഞു. നിൻ്റെ സച്ചിയേട്ടൻ എങ്ങനെ ദേഷ്യമൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് അപ്പോൾ പറയുവാണ്, എങ്ങനെ ദേഷ്യം മാറാൻ, ഇന്നും കൂടി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി പോയേ ഉള്ളൂ. അപ്പോൾ പറയും, പ്രശ്നമോ, എന്ത് പ്രശ്നം? ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ഞാൻ അവർക്ക് ഗിഫ്റ്റായിട്ട് ഷർട്ടൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു. ഞാൻ മേടിച്ചു കൊടുത്ത ഷർട്ടാന്ന് പറഞ്ഞപ്പോൾ സച്ചിയേട്ടൻ അത് വലിച്ചൂരി എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ടിട്ടും പോയി, എൻ്റെ കാശും കൊണ്ട് മേടിച്ചാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൻ്റണി പറയും, ഓ അപ്പോൾ ഇപ്പോഴും സച്ചിക്ക് നിന്നോട് ദേഷ്യമാണോ? അപ്പോൾ ശരത്ത് പറയും, ആ ആൻ്റണി ചേട്ടാ, ഇപ്പോഴും എന്നോട് ദേഷ്യം തന്നെയാണ്. ഇന്ന് അവിടെ വീട്ടിൽ പരിപാടി വരെ വെച്ചിട്ടുണ്ട് സച്ചിയേട്ടൻ്റെ വീട്ടിൽ, അമ്മയും ദൈവമൊക്കെ പോയി, ഞാൻ പോകുന്നില്ല. അപ്പോൾ ആൻ്റണി പറയും, അതെന്താടാ നീ പോകാത്തത്? എന്നെ അവരൊന്നും വിളിച്ചിട്ടില്ല, ഞാൻ പോകുന്നുമില്ല, എന്നെ കണ്ടാലേ സച്ചിയേട്ടന് ഇഷ്ടമല്ല, പിന്നെ ഞാൻ എന്തിനാ പോകുന്നത്? അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ആൻ്റണി ഒന്ന് ഇളക്കി വിടാൻ നോക്കുന്നുണ്ട്, എടാ എന്തൊക്കെ ആയാലും അത് നിൻ്റെ ചേച്ചിയും ചേട്ടനും അല്ലേ, നീ വേണം പോയി ആ പരിപാടി മുൻകൈ എടുത്ത് നടക്കാൻ. ആ വീട്ടിൽ ഒരു ആകെയുള്ള ആന്തരി നീയല്ലേടാ. നിൻ്റെ ചേച്ചിക്ക് കുറേ സാധനങ്ങളും ഇനിയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സും പഴങ്ങളും ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് നീ പോകണം, അപ്പോഴേ നിൻ്റെ ചേച്ചിക്ക് ആ വീട്ടിലൊരു വില ഉണ്ടാവുള്ളൂ, ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് നിൻ്റെ അമ്മായിയമ്മക്ക് മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ പറയുവാണ് ആൻ്റണി. സത്യത്തിൽ ആൻ്റണിയുടെ മനസ്സിൽ ശരത്ത് വീണ്ടും പോയ ആ പരിപാടിയിൽ ഒരു ഫംഗ്ഷനിൽ ഒരു അലമ്പുണ്ടാവുമല്ലോ, തല്ലുപിടുത്തുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ശരത്തിനെ പറഞ്ഞു വിടുന്നത്. പക്ഷെ ശരത്ത് ആൻ്റണി ആണെങ്കിലോ ഭയങ്കര സ്നേഹത്തിലാണ് പറയുന്നത്. കാരണം സ്നേഹം കൊണ്ട് പറയുന്ന പോലെയാണ് ആൻ്റണി പറയുന്നത്. എന്നിട്ട് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്, ഇന്ന് ഈ പൈസ വെച്ചിട്ട് നീ എത്രയും പെട്ടെന്ന് സച്ചിക്കും രേവതിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആ പരിപാടിയിൽ നീ പങ്കെടുക്കണം, നിൻ്റെ വില നീ അവിടെ തെളിയിക്കണം എന്നൊക്കെ പറയുവാണ് ആൻ്റണി. എന്നിട്ട് ശരത്തിനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, ആൻ്റണി ചേട്ടൻ ജയിലിൽ പോകാൻ കാരണം തന്നെ ആ സച്ചിൻ രേവതിയാണ്, എന്നിട്ട് അവരുടെ പരിപാടിക്ക് എന്തിനു ഇത്രയും കാശൊക്കെ കൊടുത്ത് ശരത്തിനെ വിട്ടിരിക്കുന്നത്? അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിലെ ഒരു പരിപാടിയും അവർ സന്തോഷത്തോടെ ആഘോഷിക്കരുത്. ഈ ശരത്ത് പോയി കഴിഞ്ഞാൽ സച്ചിക്ക് എന്തായാലും ഇഷ്ടവുമില്ല. സച്ചി അവിടെ വെച്ച് ശരത്തുമായിട്ട് നല്ലൊരു ഇടി ഉണ്ടാവും, പിന്നെ ചേച്ചിയും ചേട്ടനും തമ്മിൽ, രേവതി ചേച്ചിയും സച്ചിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവും, അതുമൂലം അങ്ങനെ അവരുടെ ജീവിതത്തിൽ സമാധാനം നശിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ ശരത്തിന് ഇപ്പോൾ പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടേക്കുന്നതെന്ന് ആൻ്റണി പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുവാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രോദയമാണ്, വീടാണ്. ആ വീട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ആനിവേഴ്സറി പ്രമാണിച്ച്. എല്ലാം നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ഡെക്കറേഷൻ ഐഡിയാസാണ്. അപ്പോൾ സച്ചിയും രേവതിയാണെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ലോണം സുന്ദരിയും സുന്ദരനൊക്കെ ആയിട്ടുണ്ട്. അവരെന്നിട്ട് അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ അച്ചാമ്മനെയൊക്കെ വിളിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എത്ര നേരം ഇങ്ങനെ മനുഷ്യ കുത്തിയിരിക്കും, എന്ത് പരിപാടിയായി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ വർഷയും ശ്രീകാന്തും വരട്ടെ, അവരുടെ തീരുമാനമല്ലേ, അവരുടെ പ്ലാനിങ് എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രയെ നീ വാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറയുവാണ്. ചന്ദ്ര പറയും, ഞാനൊന്നും വരുന്നില്ല, പോയെന്ന് പറഞ്ഞ് അവരവിടെ ഇരിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും കൂടി നോക്കുമ്പോഴേക്കും വർഷയും ശ്രീകാന്തും കൂടി ഒരു വലിയ പെട്ടി ചുമന്നുകൊണ്ടും വരുന്നേ. ഇവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നു, ഇവരെന്താ ഈ ചുമന്നുകൊണ്ടും വരുന്നത്? അപ്പോൾ തന്നെ ശ്രുതി ഓടിപ്പോവും, ഇതെന്താടെ ഇത്ര വലിയ തലോണ രണ്ടുപേരും കൂടി പൊക്കിക്കൊണ്ട് വരുന്നേ? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇത് തലേണയൊന്നും അല്ല, ഇത് കേക്കാണ്. അപ്പോൾ പറയും, ഇത്രയും വലിയ കേക്കോ? ആ ഇന്ന് നമ്മുടെ സച്ചേട്ടൻ്റെ രേവതിയുടെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ ഒരു സ്പെഷ്യൽ കേക്ക് തന്നെ ആവട്ടെ എന്ന് ഓർത്തു എന്ന് പറയുവാണ്. ഏതായാലും ശ്രുതിയുടെ കണ്ണൊക്കെ തള്ളിയിരിക്കുവാണ് ആ കേക്ക് കണ്ടിട്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തിനാ വർഷം ഇത്രയും വലിയ കേക്കൊക്കെ, പിന്നെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അത് നമുക്ക് ആഘോഷിക്കണ്ടേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്തോ 100 കോടി ക്ലബിലൊരു സിനിമ കയറിയ പോലെയാണല്ലോ ഈ കേക്കൊക്കെ, ഇത്രയും വലിയ കേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, അതെന്താ സിനിമയുടെ വിജയാഘോഷത്തിന് മാത്രമേ കേക്ക് മുറിക്കാൻ പാടുള്ളൂ, ഇവരെന്തോരം കഷ്ടങ്ങളൊക്കെ താണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതപ്പോൾ നമുക്ക് ആഘോഷിക്കണ്ടേ, എല്ലാം ആഘോഷിക്കുമ്പോഴും കേക്ക് മുറിക്കണം എന്നൊക്കെ അച്ഛമ്മ പറയുവാണ്. അച്ഛമ്മ പറഞ്ഞാൽ പിന്നെ ചന്ദ്ര മറുപടി ഒന്നും തിരിച്ചു പറയത്തില്ലല്ലോ. സുധിയാണെങ്കിൽ കേക്ക് കണ്ടപ്പോൾ തന്നെ അറിയാലോ സുധിയുടെ കൊതി. സുധി വന്ന് ചോദിക്കുന്നുണ്ട്, എടാ എപ്പോഴാ കേക്ക് മുറിക്കുന്നത്? അപ്പോൾ ശ്രീകാന്ത് പറയും, പരിപാടി തുടങ്ങുമ്പോൾ. അപ്പോൾ സുധി ചോദിക്കും, പരിപാടി എപ്പോൾ തുടങ്ങും? അത് കേക്ക് മുറിക്കുമ്പോൾ. അല്ല അപ്പോൾ നമുക്ക് എളുപ്പം മുറിക്കാടാ, ഈ കേക്ക് മെൽറ്റ് ആവുന്ന ടൈപ്പല്ലേ, ഫ്രിഡ്ജിൽ പോലും കയറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ രവീന്ദ്രൻ പറയും, എടാ എല്ലാവരും വരട്ടെ, അല്ലച്ചാ ഇത് വെള്ളോയി
കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, നമുക്കിതൊക്കെ കട്ടാക്കി ചെറിയ പീസാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെക്കാമല്ലോ എന്ന് പറയുവാണേ ശ്രുതി. അപ്പം തന്നെ ശ്രുതിയെ വലിച്ചോണ്ടും പോകും. ശ്രുതി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വലിച്ചോണ്ടും പോകുവാണ്. ശ്രുതിക്ക് ആക്ച്വലി ആ കേക്ക് തിന്നാനുള്ള കൊതി കാരണമാണ്, നിക്കപ്രതിയില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവും അമ്മയും കൂടി വീട്ടിലോട്ട് ഈ പരിപാടിയിലോട്ട് പങ്കെടുക്കാൻ വേണ്ടി വരുവാണ്. അപ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തോടെ തന്നെ ഇവരെ അകത്തേക്കൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്ര മാത്രമാണ് മുഖം തിരിച്ച് നിൽക്കുന്നത്. അറിയാലോ, ചന്ദ്രയ്ക്ക് ഇവരെ ഇഷ്ടമല്ലല്ലോ. അങ്ങനെ ഇവർ അകത്തൊക്കെ കയറിയിരിക്കുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ശരത്ത് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല, അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണ് ദേവ് പറയുന്നത്. ഇതേ സമയത്താണ് നമ്മുടെ മഹിമ വരുന്നത്. മഹിമനെ കാണുന്നത് നമ്മുടെ സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം കയറുന്നുണ്ട്. രേവതിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അവരങ്ങനെ നിൽക്കുവാണ്. ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവും മഹിമനെ കാണുമ്പോൾ. ഓടിപ്പോയി അവരെ അകത്തേക്ക് വിളിക്കുവാണ്. വാ വാ, അകത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാണ്. ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. രവീന്ദ്രനും പോകുന്നുണ്ട്. ആ വാ വാ വാ, മധുസൂദനൻ വന്നില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല, അദ്ദേഹത്തിന് വേറൊരു പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, ആ നിങ്ങളെങ്കിലും വന്നല്ലോ, അത് തന്നെ സന്തോഷമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ എല്ലാവരും അവരുടെ അടുത്ത് നിന്ന് കുറച്ച് തള്ളി നിന്നോ, അല്ലെങ്കിൽ പിന്നെ മാല മോതിരം എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നമ്മുടെ തലയിൽ ഇടും എന്ന് പറയുവാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന് നിൽക്കുന്ന മഹിമേനെ കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.